മോഡിൽ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ പറയുന്ന കഥയുടെ പേരാണ് എല്ലാം നല്ലതു തന്നെ. പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് ബുദ്ധിമാനായ ഒരു മന്ത്രിയുമുണ്ടായിരുന്നു. രാജാവിന് നായാട്ട് ഇഷ്ടമുള്ള ഒരു വിനോദമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം രാജാവും മന്ത്രിയും മറ്റു ഭടന്മാരും നായാട്ടിന് പോകുമ്പോൾ ഒരു അപകടം പറ്റി. രാജാവിൻ്റെ കൈ മുറിഞ്ഞ് ചോര പൊടിയാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി പറഞ്ഞു, "അത് നല്ലത് തന്നെ." ഇത് കേട്ട രാജാവിന് ദേഷ്യം വന്നു. മുറിഞ്ഞ ചോര വരുമ്പോഴാണോ അത് നല്ലത് തന്നെ എന്ന് പറയുന്നത്? ഈ മന്ത്രിയെ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കൂ. രാജാവ് ഭടന്മാരോട് ആജ്ഞാപിച്ചു. ഭടന്മാർ മന്ത്രിയെ കൊണ്ടുപോയി ജയിലിൽ അടച്ചു. അപ്പോഴും മന്ത്രി പറഞ്ഞു, "അതും നല്ലത് തന്നെ." പിന്നീട് രാജാവ് നാടു തുറന്നു. പെട്ടെന്നതാ ഒരു സിംഹം രാജാവിൻ്റെ നേരെ വരുന്നു. ഭടന്മാർ 4 പാടുമോടി മരത്തിൽ കയറി. രാജാവാകട്ടെ പേടിച്ച് വിറച്ച് ബോധം കെട്ട് വീണു. സിംഹം രാജാവിൻ്റെ അടുത്തെത്തി. മണത്തു നോക്കി. ചോരമണം സിംഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടു സിംഹം രാജാവിനെ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയി. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത് മന്ത്രി പറഞ്ഞത് ശരിയാണെന്ന്. എൻ്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ വെട്ടി വിഴുങ്ങിയേനെ. രാജാവ് മന്ത്രിയെ വിളിപ്പിച്ചു. "അങ്ങ് എന്നോട് ക്ഷമിക്കണം. എൻ്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ വെട്ടി വിഴുങ്ങിയേനെ." അപ്പോൾ മന്ത്രി പറഞ്ഞു, "അങ്ങ് എന്നെ ജയിലിൽ അടച്ചില്ലെങ്കിൽ ആ സിംഹം എന്നെ തിന്നേനെ. എനിക്കാണെങ്കിൽ മരത്തിൽ കയറാൻ പോലും അറിയില്ല." എല്ലാവരും പൊട്ടിച്ചിരിച്ചു. പിന്നീട് രാജാവ് മന്ത്രിക്ക് കുറേ സമ്മാനങ്ങൾ നൽകി. എല്ലാവർക്കും സന്തോഷമായി. കൂട്ടുകാരെ, ഈ കഥയിൽ ഒരു പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിനു തന്നെ എന്ന് കരുതണം. അതും നല്ലത് തന്നെ. നന്ദി, നമസ്കാരം.